ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു പാൽപ്പത്തിരിയാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റും ലെയർ പോലത്തെ പാൽപ്പത്തിരിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാത്തവരൊക്കെ വളരെ പ്രയാസമാണെന്ന് കരുതിയിട്ട് ഉണ്ടാക്കാതിരിക്കരുത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു പാൽപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഒരു മിക്സിൻ്റെ ജാറ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പാണ് ഞാൻ ഇടുന്നത്. കുറച്ച് ഉപ്പ് കേട്ടോ, നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടാൽ മതി. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൈദപ്പൊടിയാണ് ഇവിടെ എടുത്തത്. 2 കപ്പ്, അതായത് 250 ml കപ്പാണ് ഞാൻ ഇവിടെ എടുത്തത്. 2 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അപ്പോൾ ആദ്യം ചട്ടിപ്പത്തിരിക്ക് നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 2 കപ്പ് മൈദയ്ക്ക് 2 കപ്പ് വെള്ളം തന്നെ ഒഴിക്കണം. അപ്പോൾ ചെറിയ മിക്സിയുടെ ജാറൊക്കെ ആണെങ്കിൽ 1 കപ്പ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. മറ്റ് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പം അത് പെട്ടെന്ന് പൊന്തി വരാൻ ചാൻസ് ഉണ്ട്, മുകളിൽ പൊടി ആയതുകൊണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 2ാമത്തെ കപ്പ് ഇതുപോലെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് പിന്നെ മിക്സിയിൽ ഒന്ന് അടിച്ച് വന്നു കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നമ്മൾ സാധാരണ ദോശമാവൊക്കെ ചെയ്യുന്ന പോലെ നമുക്കൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മിക്സി പൊന്തണ്ട വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അടിക്കാൻ പോവുകയാണ്. ബാക്കി വെള്ളം ഞാൻ മിക്സിയുടെ അടുത്ത് തന്നെ വെച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ്. 2 കപ്പ് വെള്ളമാണ് 2 കപ്പ് പൊടിക്ക്. പിന്നെ നിങ്ങളെ ജാറൊക്കെ വലിയ ജാറാകണമെങ്കിൽ അതിൽ ഒന്നിച്ച് പൊടിയും വെള്ളമൊക്കെ ഇട്ടിട്ട് ഒരൊറ്റ ട്രിപ്പിന് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മാവ് കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഓരോ തവി ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കണം. അതിനായിട്ട് നമുക്ക് നോൺ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു 1.5 കയ്യിൽ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ വട്ടം വീശിയിട്ട് നമുക്ക് ഓരോ ദോശ ഇതുപോലെ ചുട്ടെടുക്കാം. ദോശ അങ്ങനെ മുരിയൊന്നും വേണ്ട, നമ്മൾ പെട്ടെന്ന് തന്നെ ആവും. ഇത് അപ്പോൾ തന്നെ ഒന്ന് മറച്ചിട്ടാൽ ദോശ ആവും. അങ്ങനെ ഇതെല്ലാം മാവും ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇത്ര മാവ് വെച്ചിട്ട് നമ്മൾ 12-13 ദോശയോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെറുതെ ഒന്ന് വട്ടം വീശി കൊടുത്താൽ ഇതുപോലെ ദോശയായി. അപ്പോൾ ഒന്ന് മറച്ചിടുക, അപ്പോൾ തന്നെ നമുക്ക് എടുക്കാം. പെട്ടെന്ന് ദോശ ചുട്ട് കഴിയും. അങ്ങനെ ഞാൻ എല്ലാ ദോശയും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ മുന്തിരിയും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളിത് അധികം ഞാൻ നെയ്യൊന്നും ഉപയോഗിക്കാതെയാണ് ഈ പാൽപ്പത്തിരി ഉണ്ടാക്കുന്നത്. ഇനി അടുത്തതായി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് 4 മുട്ടയാണ് മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഒഴിക്കുന്നുണ്ട്. പഞ്ചസാര എന്ന് വെച്ചാൽ സാധാരണ ഒരു മധുരമാണ്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ ഒരു 1.5 കപ്പ് പഞ്ചസാര ഒഴിക്കുക കേട്ടോ. 250 ml കപ്പിൽ 1.5 കപ്പ്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി. അടുത്തതായിട്ട് 2 കപ്പ് പാല്, 2 കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര, പാല്, 4 മുട്ട, ഏലക്കായ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് അടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ കേക്കിൻ്റെ ട്രേ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പാത്രം ഉപയോഗിച്ചാലും മതി. അതിലേക്ക് നന്നായിട്ട് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. നന്നായി ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഒരു ദോശ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു ദോശ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ നമ്മൾ അടിച്ചു വെച്ച മുട്ടേൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായി ഒഴിച്ചു കൊടുക്കുക. ഇത് പലതരത്തിലും പാൽപ്പത്തിരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സാധാരണ എളുപ്പത്തിൽ ഞാനൊരു പാൽപ്പത്തിരിയാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ പല ടൈപ്പിൽ പാൽപ്പത്തിരി ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്.
അപ്പോൾ അടുത്ത ദോശ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതുപോലെ ആ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ദോശ വയ്ക്കാം. അങ്ങനെ എല്ലാ ദോശയും ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് ഈ ടിന്നിന് കണക്കാക്കിയിട്ട് ദോശ നമ്മൾ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഏത് ടിന്നാണ് എടുക്കുന്നത് ആ ടിന്നിൻ്റെ അത്ര വലുപ്പത്തിൽ കറക്റ്റ് ദോശ വേണം. അപ്പോഴേ ഇങ്ങനെ ടൈറ്റായി നിൽക്കുള്ളൂ. എന്നിട്ട് ഒരു ദോശ, പിന്നെ കുറച്ച് ബാറ്റർ, പിന്നെ കുറച്ച് ഒരു ദോശ, പിന്നെ ബാറ്റർ, അങ്ങനെ ഞാനൊരു 13 ദോശയോളം ഞാൻ ഈ ടിന്നിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എന്നിട്ട് മുകളിൽ കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ഈ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതുപോലെ ഒന്ന് വെക്കാം. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ അഥവാ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുങ്ങി പോകുന്ന പോലെ ആവും. അതൊന്നും പേടിക്കേണ്ട. കാരണം നമ്മളിത് മുട്ടേൻ്റെ ബാറ്റർ ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അതിലേക്ക് നല്ല വലിഞ്ഞ് കിടക്കും. അപ്പം അത് കറക്റ്റായിട്ട് നിൽക്കൂട്ടോ, അതുകൊണ്ട് പേടിക്കേണ്ട. പിന്നെ നമ്മൾ എടുത്ത് പഴയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു 10 മിനിറ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം. പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിലൊരു വട്ട് വെച്ചിട്ട് നമ്മൾ ഈ ടിന്ന് ഇതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കറക്റ്റ് ഒരു മണിക്കൂർ, ഒരു 1.5 മണിക്കൂറോളം എടുക്കും. ചില സമയത്ത് 1 മണിക്കൂർ കൊണ്ട് ഇതാവും. അപ്പോൾ നിങ്ങളൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുക. 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് ഒന്ന് ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കിയാൽ ആയിട്ടില്ല എന്ന് കണ്ടാൽ കുറച്ചും കൂടി നേരം വെക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലാണ് വെച്ചത്. അപ്പോൾ എനിക്കൊരു 1.5 മണിക്കൂറോളം അത് ആയിട്ടുണ്ട് കേട്ടോ, വേവാൻ വേണ്ടിയിട്ട്. അത് വെന്ത് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കത്തി വെച്ചിട്ട് റെഡിയാക്കി കൊടുത്താൽ നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്നും ഒട്ടിപ്പിടിക്കാണ്ട് ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പാൽപ്പത്തിരി ഉണ്ടാക്കാം. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ വരുമ്പോഴും നമുക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അതും വളരെ പെട്ടെന്ന് തന്നെ. സാധാരണ ചപ്പാത്തിയൊക്കെ കുഴച്ചിട്ടാണ് പാൽപ്പത്തിരി ഉണ്ടാക്കുക. അങ്ങനെയൊന്നല്ല, അത് ഈസി ആയിട്ട് ദോശ ചുട്ടെടുത്താൽ നമുക്ക് പാൽപ്പത്തിരി റെഡിയാക്കാം. ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല. ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു പ്ലേറ്റിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലത്തെ ഒരു പാൽപ്പത്തിരി ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കണ്ടാൽ തന്നെ അറിയാം നല്ല ലെയറായിട്ടാണ് ഈ പാൽപ്പത്തിരി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.